ചാണകത്തിൽ മുങ്ങിക്കുളിച്ച് പത്മജ വേണുഗോപാൽ. പത്മജയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ ചന്ദനക്കുറി തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പോലും. ചന്ദനക്കുറി തൊട്ടാൽ ചിലർ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു പോലും. അതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് പോയി ചന്ദനക്കുറി മായ്ച്ചു കളഞ്ഞിട്ട് വരും. നോക്കൂ പത്മജയുടെ വാക്കുകൾ. അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര വലിയ അവസരവാദിയാണ് ഈ പത്മജ. പത്മജയ്ക്ക് ചന്ദനക്കുറി തൊടാൻ അത്രയ്ക്കും ഇഷ്ടമായിരുന്നിട്ട് പോലും തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്ന ചന്ദനക്കുറി ആരോ തുറിച്ചു നോക്കി എന്ന് പറഞ്ഞ് തൻ്റെ ചന്ദനക്കുറി മായ്ച്ചു കളയണമെങ്കിൽ ഈ പത്മജ അവസരവാദ രാഷ്ട്രീയത്തിന് തെളിവ് തന്നെയല്ലേ ഇത്? തനിക്ക് പാർട്ടിയിലുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ ഭാവിയിൽ തനിക്ക് കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും അവസരങ്ങളോ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ചന്ദനക്കുറിയെ മായ്ച്ചു കളഞ്ഞ പത്മജയെ എന്ത് പേരാണ് വിളിക്കേണ്ടത്? ഇതേപ്പറ്റി ഇന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചത് ലീഡർ കെ കരുണാകരൻ്റെ മകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് എന്നാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നായാൽ പോലും എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂർ അമ്പലനടയിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുതു മടങ്ങുന്ന ലീഡർ കെ കരുണാകരൻ ഡൽഹിയിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് വരെ ഗുരുവായൂരപ്പനെ തൊഴാൻ ലീഡർ കെ കരുണാകരൻ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആരെങ്കിലും കരുണാകരനെ വർഗീയവാദി എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ആ കരുണാകരൻ്റെ മകൾക്ക് ചന്ദനക്കുറി ഇടാൻ ഭയമായിരുന്നു പോലും. ഇന്ന് ചാണകക്കുഴിയിൽ വീണപ്പോൾ ആരോ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് വായിച്ചിട്ട് പോയി എന്നല്ലാതെ ഇതിനെ എന്ത് പറയാൻ? ഇന്ന് വടകരയിൽ ചന്ദനക്കുറിയിട്ട ഒരു ചേട്ടനെയും ഒരു കൊച്ചു പെൺകുട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇവരുടെ ചന്ദനക്കുറിയിട്ട മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു എന്നാണ്. ചന്ദനക്കുറിയിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച് ചന്ദനക്കുറിയിട്ട് തന്നെ MP ആയി തുടരുന്ന രമ്യ ഹരിദാസ്, അതാണ് കോൺഗ്രസ്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുവേണ്ടിയാണ് കോൺഗ്രസ് ഇവിടെ പോരാടുന്നത്. പത്മജയ്ക്ക് ചന്ദനക്കുറിയിട്ട് പുറത്തിറങ്ങാൻ പേടിയുണ്ടായിരുന്നെങ്കിൽ അത് പത്മജയുടെ മനസ്സിൻ്റെ വൈകല്യം മാത്രമായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കോ കേരളീയ സമൂഹത്തിനോ അതിൽ പങ്കുണ്ടായിരുന്നില്ല. നന്ദി, നമസ്കാരം.